ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാത്രിയത്തെ സ്പെഷ്യൽ വെള്ളാപ്പവും ചിക്കൻ കുറുമയാണ് കേട്ടോ. ഗ്രീൻ പീസ് എല്ലാം ഇട്ടിട്ട് ഒരു കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം പൊങ്ങി വന്നപ്പം ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ടി നല്ലോണം ഉള്ളതിനെ കൊണ്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതാണ്. നല്ല അടിപൊളി വെള്ളാപ്പം കേട്ടോ. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ, ചോറ്, പച്ചരി, 2 സ്പൂൺ പഞ്ചസാര ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചത്. ഞാൻ അരക്കുന്ന ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മാവ് അരക്കുന്നത്. പിന്നെ തണുപ്പായതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പൊങ്ങി കിട്ടൂല. അപ്പം കുറച്ച് നേരത്തെ അരച്ച് വെച്ചാൽ അത് റെഡിയായി കിട്ടും. ഉപ്പിട്ടിട്ട് ഞാൻ അരക്കലില്ല. ഉപ്പ് പുളിച്ച് പൊങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ് ഉപ്പ് ഇടാറുള്ളൂ. എനിക്കതിനൊരു പെർഫെക്റ്റായിട്ട് തോന്നലില്ല ഉപ്പിട്ടിട്ട് അരക്കുമ്പോൾ. ഇനി ചിക്കൻ കുറുമക്കുള്ള ആവശ്യമുള്ള സാധനം കട്ട് ചെയ്യുക കേട്ടോ. ചിക്കൻ കുറച്ചേ ഉള്ളൂ. ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് തക്കാളി കട്ട് ചെയ്തിട്ടു. പിന്നെ ഗ്രീൻ പീസിന് വേവുണ്ടാവുമല്ലോ, അപ്പം ഗ്രീൻ പീസ് ഞാൻ കഴുകി ഒന്നുകൂടാതെ കുക്കറിൽ വെച്ചതാണ്. പിന്നെ അതിലേക്ക് 3-4 പച്ചമുളക് ചീന്തിയിട്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ കുരുമുളക് ഇടും നല്ലോണം. കുറുമയിൽ കുരുമുളകാണല്ലോ നല്ലത്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചതാട്ടോ കല്ലുമ്മൽ വെച്ചിട്ട്. പിന്നെ ഇനിയിപ്പം എല്ലാം വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പം ഉള്ളി കട്ട് ചെയ്യണം. അതാ 2 വലിയ ഉള്ളി കേട്ടോ, നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാണ്. ഞാൻ ആദ്യം ഉള്ളി വഴറ്റിയിട്ട് ഇതെല്ലാം വേവിച്ചിട്ടും കുറുമ വെക്കും. അല്ലാതെ ഈ രീതിയിലും വെക്കാറുണ്ട് കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല. ഇവിടെ ആർക്കും ഉരുളക്കിഴങ്ങ് പറ്റൂല. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതിനെ കൊണ്ടേ ആ വലിയ ഉള്ളിയും കൂടിയും ഞാൻ ചിക്കനിലേക്ക് ഇട്ടതാണ്. നമുക്ക് ഗ്രീൻ പീസ് ഒരു 2 വിസിലിട്ടാൽ ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കേട്ടോ ഇട്ടത്. ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞളും മുളകൊന്നും ചേർക്കട്ടെ കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് കുറച്ച് ടൈമൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. അതിയായിപ്പോയതാണ് പുതിർത്തിയത്. അപ്പം നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇനി ചിക്കനും നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി എല്ലാം അതിലേക്ക് ഇട്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, വഴറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് കുക്കറിലേക്ക് കുറച്ച് ജാസ്തി കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2.5 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ പൊടിച്ച് വെച്ചതാണേ. പൊടി വാങ്ങുമ്പോൾ എരിവ് കിട്ടുന്നില്ല, ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കുരുമുളകിൻ്റെ. പിന്നെ ഒരിത്തിരി ഉപ്പും കൂടെ ആവശ്യമുണ്ട്, അത് ചേർത്തിട്ടുണ്ട്. കാരണം ഗ്രീൻ പീസ് ഞാൻ ഉപ്പിട്ടായിരുന്നു വേവിച്ചത്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തത്. പിന്നെ തേങ്ങ അരക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും സേഫായിരിക്കുന്നോ? വയനാടിൻ്റെ എല്ലാം ദുരന്തം കേട്ടിട്ടുണ്ട്. അവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ? എല്ലാവരും സേഫായിരിക്കുന്നോ? പഠിച്ചവൻ എല്ലാവരെയും വലുതായി കാക്കട്ടെ. ഇനിയിപ്പോൾ ഓരോന്നും അത് തന്നെയല്ലേ കേൾക്കാനുള്ളൂ. തേങ്ങയിലേക്ക് അണ്ടിപ്പരിപ്പ്, 2 അല്ലി വെളുത്തുള്ളി എല്ലാം ചേർത്ത്, 1 ഏലക്കായ് എല്ലാം ചേർത്ത് പെരിഞ്ചീരകം ഇത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒഴിക്കുക. അത് ചെറിയ ഉള്ളിയും കടുകും ഉലുവയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ തൂമിച്ച് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആദ്യം വഴറ്റണമെന്നൊന്നുമില്ല. പിന്നെ ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ചെയ്യും കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും, 1/2 kg. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വേറെ എന്തൊക്കെയാണ് വിശേഷം? കുറച്ചാട്ടോ, വളരെ കുറച്ച്.
ഇത്തിരി ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതാണ്. കുറച്ച് ആർക്കേജായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റിയായ കുറുമയും റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത് സർവ്വസുഗന്ധിൻ്റെ ഇല വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ടതാണ് ഞാൻ കേട്ടോ. ഇനി വെള്ളാപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഇനിയിപ്പം വെള്ളാപ്പം ചുട്ടെടുക്കുകയാണ്. ഇന്നലത്തെ രാത്രിയത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യലാണിത്. ഇന്നലെ പിന്നെ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ചുറ്റിച്ച് മൂടി വെച്ച് വേവിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കുക്കിംഗ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് അറിയിക്കുക കേട്ടോ.